മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ടോൾ ജംഗ്ഷൻ, ഇടപ്പള്ളി, പള്ളുരുത്തി, തൃപ്പൂണിത്തുറ, കാലടി, എരമലൂർ, അരൂർ പള്ളി, തുറവൂർ, തൃശൂർ. 4ാം ഡിവിഷൻ NDA സ്ഥാനാർത്ഥി ശ്രീനിഷ് ചന്ദ്രൻ പ്രചരണ പ്രവർത്തനങ്ങൾ തുടരുന്നു. നഗരസഭ 4ാം ഡിവിഷൻ BJP സ്ഥാനാർത്ഥി കരിപ്പാലം ഡിവിഷനിൽ മാറ്റത്തിനായി മുന്നേറ്റത്തിനായി എന്ന മുദ്രാവാക്യമുയർത്തിയാണ് വോട്ടഭ്യർത്ഥിക്കുന്നത്. അഡ്വക്കേറ്റ് ശ്രീനിഷ് ചന്ദ്രനാണ് തന്നെ വിജയിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വോട്ടഭ്യർത്ഥിക്കുന്നത്. കൊച്ചി മുനിസിപ്പൽ കോർപ്പറേഷന്റെ ഈ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 4ാം ഡിവിഷൻ കരിപ്പാലം വാർഡിൽ നിന്നും NDAയുടെ സ്ഥാനാർത്ഥിയായി ജനവിധി തേടുകയാണ്. ഞാൻ ജനിച്ചതും വളർന്നതും ഇവിടെ തന്നെയാണ്. ആയതിനാൽ തന്നെ ഞാൻ അറിയുന്ന ആളുകളാണ് ഇവിടെയെല്ലാം. ഈ വരുന്ന ഡിസംബർ 9 നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എന്നെ താമരയുടെ അടയാളത്തിൽ, താമര എന്ന ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ആയതിൻ്റെ ആവശ്യമെന്ന് വെച്ചാൽ ജനക്ഷേമ പദ്ധതികൾ ധാരാളം കേന്ദ്ര സർക്കാർ, ബഹുമാനപ്പെട്ട മോദിജി നമുക്ക് വേണ്ടി നടപ്പിലാക്കുന്നുണ്ട്. ആയതിൽപ്പെട്ടതാണ് ജൻ ഔഷധിയും, പിന്നെ അതുപോലെ തന്നെ പാവങ്ങൾക്കുള്ള അന്നയോജനയുമെല്ലാം. അപ്രകാരമുള്ള പല പല പദ്ധതികൾ നമ്മുടെ കയ്യിലെത്തുന്നത് വളരെ ചുരുക്കമാണ്. ആയതെല്ലാം ജനക്ഷേമ പദ്ധതികളെല്ലാം തന്നെ നമുക്ക് ലഭിക്കണമെങ്കിൽ ഭവന സന്ദർശനത്തിലാണ് അഡ്വക്കേറ്റ് ശ്രീനിഷ് ചന്ദ്രൻ കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. കഴിഞ്ഞ തവണ NDA വലിയ മുന്നേറ്റം നടത്തിയ ഡിവിഷനാണ് നഗരസഭ 4ാം ഡിവിഷൻ കരിപ്പാലം. ഇത്തവണ വിജയിച്ചു കയറാൻ കഴിയുമെന്ന വിശ്വാസത്തിലാണ് BJP NDA പ്രവർത്തകർ. ന്യൂസ് ബ്യൂറോ, മട്ടാഞ്ചേരി.